ഹായ് ഹലോ എല്ലാവർക്കും മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്തരമാറ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദർശ് കനകയോട് തിരക്കുന്നുണ്ടായിരുന്നു. നയന പോയത് എവിടെയാണെന്ന് അറിയാവോ എന്നൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക പറയുന്നു, എനിക്കറിയില്ലല്ലോ മോനല്ലേ തിരക്കേണ്ടത്, മോനെ വിളിച്ചു നോക്കറോ എന്നൊക്കെ പറയുന്നുണ്ട്. ഭാര്യ എവിടെ പോയെന്നൊക്കെ ഭർത്താവല്ലേ അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശങ്ങളൊക്കെ കനക ആദർശിന് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നന്ദു അച്ഛനോട് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയെ കാണാൻ നയനേച്ചിയെ കാണാനാണ് പോകുന്നത് എന്ന് പറയുകയും നയനയെ കാണാൻ തന്നെയല്ലേ പോകുന്നത് എന്ന് അച്ഛൻ ചോദിക്കുകയും, എന്നാൽ അച്ഛൻ എൻ്റെ കൂടെ വന്നോളൂ, ചേച്ചി ഇപ്പോൾ വിളിച്ചിട്ട് പുറത്തേക്ക് വരണം, പുറത്തുനിന്ന് കാണാം എന്ന് പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത്, വേണമെങ്കിൽ അച്ഛനും കൂടി വന്നോളൂ എന്ന് പറയുകയും നന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ശേഷം ഇരുവരും പാർക്കിൽ വെച്ച് കാണുകയാണ്. അങ്ങനെ നയന കാര്യങ്ങൾ നന്ദുവിനോട് പറയുകയാണ്, ഞാൻ അറിഞ്ഞു, നിനക്ക് നന്ദുവിനോടുള്ള ഇഷ്ടം ഞാൻ അറിഞ്ഞു എന്ന് പറയുകയും ഈ അനിത അനിയാണല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്ത് വിചാരിച്ചിട്ടാണ് നീയും കൂടെ എവിടേക്ക് വരുന്നത്, എൻ്റെ അവസ്ഥ നിനക്കറിയാവോ, എനിക്ക് മുത്തശ്ശനുള്ള കാലം വരെ അവിടെ ആയുസുള്ളൂ, അത് കഴിഞ്ഞ് എൻ്റെയും ചേച്ചിയുടെയും നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് പറയുകയും ഞാനും ആദർശേട്ടനും ഭാര്യ ഭർത്താക്കന്മാരായി എല്ലാം ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നന്ദു പറയുകയാണ്, ഇതൊന്നും ഞാൻ അറിയില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞ് ഞാൻ പിന്തിരിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ കുറേ ഉപദേശിച്ച് മടങ്ങുകയാണ്. ഇതിനിടെ അനി അനാമികയെ കാണുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാണ് ഏടത്തിയുടെ അമ്മയെ കാണാൻ പോയത്, എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഈ എടുത്തുചാട്ടം എനിക്കിഷ്ടമാവുന്നില്ല, കല്യാണത്തിന് മുന്നേ ഇങ്ങനെയാണെങ്കിൽ ലൈഫ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഇവിടെ വെച്ച് നിർത്തുകയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അനിഷ്ടത്തോടെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അനാമിക ദേഷ്യപ്പെട്ട് നിൻ്റെ മനസ്സിലുള്ളത് അറിഞ്ഞില്ല, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും മടങ്ങുന്നു. ഇതിനിടെ ആദർശ് അച്ഛനെയും വിളിച്ചു നോക്കുന്നുണ്ട്, നയന അവിടെ ഉണ്ടോ, നയന അവിടെ വന്നിരുന്നു എന്നറിയാൻ വേണ്ടി ആദർശ് നയനയെ വിളിച്ചു നോക്കുകയും അച്ഛൻ പറയുന്നുണ്ട്, ഇല്ല ഇവിടെ ഇല്ലല്ലോ, മോനോട് പറയാതെയാണോ പോയത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ശേഷം നയന അനാമികയെ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വിളിക്കുകയും ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു എന്ന് അനാമിക പറയുകയും ശേഷം അവർ രണ്ടുപേരും കാണുകയും ചെയ്യുന്നുണ്ട്. അനാമികയോട് കാര്യങ്ങൾ നയന പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെയല്ല, നന്ദുവിന് അനിയോട് സൗഹൃദം മാത്രമാണുള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല, അനിയുടെ സങ്കടങ്ങൾ പറയാനാണ് അനി നന്ദുവിനെ കാണുന്നതെന്നും അവന് ധാരാളം പ്രശ്നങ്ങൾ വീട്ടിൽ ജ്വല്ലറി അവനെ ഏൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രഷറും പിന്നെ പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചുകൊണ്ടുള്ള പ്രഷറും കൂടെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അനാമികയെ. പക്ഷെ അനാമിക പറയുന്നുണ്ട്, അനാമിക ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. കൂടാതെ നയനയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അനിയത്തിയെ കൂടെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് അനാമിക നയനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.